ഒരു നിമിഷത്തെ ദേഷ്യം അല്ലെങ്കിൽ എടുത്തുചാട്ടം അത് തകർത്തെറിയുന്നത് ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയുമാണ്. തിരുവനന്തപുരം നാലാഞ്ചിറയിൽ നിന്നും ഇന്നലെ നമ്മൾ കേട്ടത് കേവലം ഒരു കൊലപാതക വാർത്ത മാത്രമല്ല. ഒടുവിൽ പാപബോധം താങ്ങാനാവാതെ പ്രതിയായ ഭർത്താവ് കൂടി ജീവിതം അവസാനിപ്പിച്ചപ്പോൾ അവിടെ അനാഥമായി പോയത് 4 മക്കളാണ്. ഒരു നാടിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയ നാലാഞ്ചിറ ഹസീന ബീവി വധക്കേസിലെ പുതിയ വിവരങ്ങളാണ് ഇന്ന് നമ്മൾ പങ്കുവെക്കുന്നത്. ഒടുവിൽ പ്രതിയായ ഭർത്താവ് സുരേഷിനെ തമിഴ്നാട്ടിലെ ചിദംബരം റെയിൽവേ സ്റ്റേഷൻ സമീപം ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. സ്വന്തം ഭാര്യയെ ക്രൂരമായി കൊലപ്പെടുത്തിയ ശേഷം പോലീസിൻ്റെ കണ്ണു വെട്ടിച്ച് ഒളിച്ചോടിയ സുരേഷ് ഒടുവിൽ മരണത്തിലേക്ക് തന്നെയാണ് നടന്നു കയറിയത്. കൊലപാതകത്തിന് ശേഷം തൻ്റെ കാറുമായി കടന്നു കളഞ്ഞ സുരേഷിനായി പോലീസ് വല വിരിച്ചിരുന്നു. എന്നാൽ പോലീസിനേക്കാൾ വേഗത്തിൽ ഇയാളെ വേട്ടയാടിയത് മറ്റൊന്നുമല്ല, സ്വന്തം മനസ്സാക്ഷി തന്നെയാണ്. ഹസീനയെ ഇല്ലാതാക്കിയ ശേഷം തൻ്റെ മൊബൈൽ ഫോൺ ഒരു കടയിൽ വിറ്റ് കാർ ബാലരാമപുരം റെയിൽവേ സ്റ്റേഷന് സമീപം ഉപേക്ഷിച്ച് ഇയാൾ ട്രെയിൻ മാർഗമാണ് തമിഴ്നാട്ടിലേക്ക് കടന്നത്. എന്നാൽ നിയമത്തിൻ്റെ കൈകളിൽ നിന്നും രക്ഷപ്പെട്ടാലും ചെയ്ത തെറ്റിൻ്റെ ഭാരം പേറി ജീവിക്കാൻ ഇയാൾക്ക് സാധിച്ചില്ല. ചിദംബരം റെയിൽവേ സ്റ്റേഷന് സമീപം കണ്ടെത്തിയ അജ്ഞാത മൃതദേഹത്തിൻ്റെ ഫോട്ടോ കണ്ട് ഒടുവിൽ ബന്ധുക്കൾ തന്നെയാണ് ഇത് സുരേഷ് ആണെന്ന് സ്ഥിരീകരിച്ചത്. തൻ്റെ ജീവൻ്റെ പകുതിയായിരുന്ന തൻ്റെ കുട്ടികളുടെ അമ്മയായിരുന്ന ഹസീനയെ കൊലപ്പെടുത്തുമ്പോൾ സുരേഷ് ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാകില്ല ഇതിൻ്റെ ആഘാതം എത്ര വലുതായിരിക്കുമെന്ന്. എന്നാൽ ചോര ഒഴുക്കി ആ ദേഷ്യം അടക്കിയപ്പോൾ സുരേഷ് തിരിച്ചറിഞ്ഞിട്ടുണ്ടാകണം താൻ ചെയ്തത് എത്ര വലിയ ക്രൂരതയാണെന്ന്. നിയമം നൽകുന്ന ശിക്ഷയേക്കാൾ ജയിലറകളേക്കാൾ സുരേഷിനെ ഭയപ്പെടുത്തിയത് താൻ ചെയ്ത മഹാപാപമായിരിക്കാം. ആ പാപബോധവും ഇനിയൊരിക്കലും മക്കളുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ കഴിയില്ലെന്ന തിരിച്ചറിവും ജീവനൊടുക്കാൻ പ്രേരിപ്പിച്ചു കാണും. ഒടുവിൽ താൻ ചെയ്ത കൊടും ക്രൂരതയ്ക്ക് സ്വന്തം ജീവൻ പ്രായശ്ചിത്തമായി നൽകി അയാൾ മരണത്തിലേക്ക് അഭയം പ്രാപിച്ചു. എന്നാൽ ഈ ദാരുണമായ കഥയിലെ ഏറ്റവും വലിയ ഇരകൾ ആരാണ്? അത് ആ പാവം മക്കളാണ്. ഒരൊറ്റ ദിവസം കൊണ്ട്, ഒരൊറ്റ നിമിഷം കൊണ്ട് ആ മക്കൾക്ക് നഷ്ടപ്പെട്ടത് അച്ഛനെയും അമ്മയെയുമാണ്. അമ്മയെ അച്ഛൻ കൊലപ്പെടുത്തി എന്ന ക്രൂരമായ സത്യം ഒരു വശത്ത്, മറുവശത്ത് ആ പാപഭാരം താങ്ങാനാവാതെ അച്ഛനും മരണത്തിന് കീഴടങ്ങി എന്ന വാർത്ത. ഈ പ്രായത്തിൽ അവർ അനുഭവിക്കുന്ന മാനസിക വിഷമം വാക്കുകൾക്ക് അപ്പുറമാണ്. ഇനി ആരോട് പരാതി പറയും? ആരോട് സങ്കടങ്ങൾ പങ്കുവെക്കും? പ്രിയപ്പെട്ടവരെ, കുടുംബ ബന്ധങ്ങളിലെ ചെറിയ ചെറിയ തർക്കങ്ങളും ദേഷ്യങ്ങളും ഇത്തരത്തിലുള്ള വലിയ ദുരന്തങ്ങളിലേക്ക് വഴിമാറുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ മക്കളെക്കുറിച്ചാണ്. ഒരു നിമിഷത്തെ ദേഷ്യം കൊണ്ട് ആരും ഒന്നും നേടിയെടുക്കുന്നില്ല. പകരം ബാക്കിയാകുന്നത് കണ്ണീര് മാത്രമാണ്.